if you're planning of going to Thailand, maybe watch this video because I'm gonna do food to try, what to pack, how much money you might need for certain things, and also any scams to avoid. നിങ്ങൾക്ക് ബീച്ചിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മോളിൽ പോയി എൻജോയ് ചെയ്യണമെങ്കിലോ ഈ വീഡിയോ കണ്ടോളൂ. ഞാൻ മാക്സിമം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ദിസ് വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് പ്ലാനിങ് യുവർ ട്രിപ്പ്. ചില നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിരിക്കും. കാരണം തായ്ലൻഡ് എന്ന് പറയുന്ന കൺട്രി ഈസ് വെരി ഹ്യൂജ് ആൻഡ് കുറേ സ്ഥലങ്ങൾ ചേരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചേരുന്നുണ്ട്. വീഡിയോ കണ്ട് ഞാൻ ചില സമയത്ത് ഐ വാസ് ലൈക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താണ്, കാരണം അത്രമാത്രം വീഡിയോസ് ഞാനിരുന്ന് കണ്ടിരുന്നു ഞാൻ തായ്ലൻഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. സോ ഐ എം ഗോണ ഫസ്റ്റ് തിങ്സ് പ്ലാനിങ് യുവർ ട്രിപ്പ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. When you're planning your trip, you can book your tickets through Skyscanner or Google Flights. ഞങ്ങൾ മെയിനായിട്ട് ഏജൻസി വഴിയാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ ഏജൻസിനെ വിളിച്ചിട്ട് ടിക്കറ്റ്സിൻ്റെ ഡേറ്റ്സ് ഞങ്ങൾ പറഞ്ഞു ഇന്ന ദിവസമാണ് ഞങ്ങൾ പോകാൻ നോക്കുന്നത്. ഞങ്ങൾക്ക് ഫ്ലെക്സിബിൾ ഡേറ്റ്സ് ഉണ്ട്. സോ ഇഫ് യു ഹാവ് ഫ്ലെക്സിബിൾ ഡേറ്റ്സ് ലൈക്ക് 1 or 2, 3 days like here and there, like പോണേനും വന്നേനും സ്പെസിഫിക് ഡേറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ടിക്കറ്റ് ചീപ്പറായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ ലഗേജ് എടുത്തില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ ലഗേജ് എടുക്കുന്നവർക്കാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കും. നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബൈ എനിത്തിങ്, യു ജസ്റ്റ് വാണ്ട് ടു വിസിറ്റ് ദ പ്ലേസ്, ഗോ ഹെഡ്. ബട്ട് ഇഫ് യു ആർ സമ്മൺ ഹു വാണ്ട്സ് ടു പ്ലാൻ ടു ബ്രിങ് സംതിങ് ബാക്ക് ലൈക്ക് ക്ലോത്ത്സ്, ഷൂസ്, കാരണം അവിടെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഹെൻസ് ദിസ് ഇസ് ദ മെയിൻ തിങ്. സോ ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക. ഡേറ്റ്സ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. And keep on checking on the days, and once you feel like you had a good enough deal, just book it. തായ്ലൻഡിൽ പോകാനായിട്ട് എപ്പോഴായിരിക്കും ദ ബെസ്റ്റ് ടൈം? സോ നവംബർ ടു ഫെബ്രുവരി ആണ് ദ ബെസ്റ്റ് സീസൺ. പക്ഷേ ഓൾസോ എക്സ്പെൻസീവ് ആയിരിക്കും. ചൂടുള്ള സമയം, ബട്ട് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വേ ചീപ്പർ. പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം ഉണ്ടല്ലോ, ലൈക്ക് ജൂൺ തുടങ്ങി ഒക്ടോബർ വരെ മഴയായിരിക്കും, ബട്ട് വെരി പീസ്ഫുൾ. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ഡു, ഞങ്ങൾ എൻഡ് ഓഫ് ഒക്ടോബറിലാണ് പോയത്, വിച്ച് വാസ് ലൈക്ക് റെയിൻ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്റ്റിൽ ലൈക്ക് പീക്ക് സീസണും ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ വുഡ് ബി മച്ച് ബെറ്റർ. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വുഡ് ബി റെയിനിങ്, സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ലൈക്ക് റെയിൻ ജാക്കറ്റോ കോടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. അവിടെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും. ഇവിടെ നിന്നൊന്നും ചുമന്നുകൊണ്ട് പോകണ്ട, അവിടെ ചെന്നിട്ട് മേടിച്ചാലും മതി. സോ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ടൈം. സോ യു ഹാവ് നവംബർ ടു ഫെബ്, expensive but the best time to go, and then you have March to May, which is the hottest season and hot. And I mean, എനിക്ക് തന്നെ ലൈക്ക് ഒക്ടോബറിൽ പോയിട്ട് ചൂട് ഭയങ്കര ചൂടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ മാർച്ച് ടു മെയ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ജൂൺ തുടങ്ങി ഒക്ടോബർ മഴ സീസണാണ്, ബട്ട് ഒബ്വിയസ്ലി ഇച്ചിരി കൂടി ചീപ്പറായിരിക്കും. ബട്ട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി പീസ്ഫുൾ സീസൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം മണി. നമുക്ക് ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഒരു റഫ് പ്രൈസ് പ്ലാൻ ഞാൻ പൗണ്ട്സിൽ പറയാം, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസിയർ. ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ ഒരു 69 pounds. ഒരു ബഡ്ജറ്റ് ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ ഒരു 20 to 25 pounds. സ്ട്രീറ്റ് ഫുഡ് ഈസ് ദ ചീപ്പസ്റ്റ് മീൽ ദാറ്റ്. അപ്പോൾ ഒരു £1.50 to £2.50 ലൈക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ആൻഡ് ദ ഫുഡ് ഈസ് സോ ടേസ്റ്റി. ബട്ട് ഇഫ് യു ആർ നോട്ട് എ പേഴ്സൺ ലൈക്ക് സ്ട്രീറ്റ് ഫുഡ് പോയി ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ ലൈക്ക് വെസ്റ്റേൺ മീൽസ് കഴിക്കാനായിട്ട് ഒരു 5 to 10 pounds കോസ്റ്റ് ചെയ്യും. സ്കൂട്ടർ റെൻ്റലിന് എടുക്കാനായിട്ട് ഒരു 5 to 7 pounds പെർ ഡേ. ഞങ്ങൾ സ്കൂട്ടർ റെൻ്റലിന് എടുത്തില്ല. വാട്ട് വി ഡിഡ് വാസ് വി ജസ്റ്റ് യൂസ്ഡ് അവരുടെ ആപ്സ് വെച്ചിട്ട് മറ്റേ ഊബർ വിളിക്കുന്ന പോലെ അങ്ങനെ ബൈക്സ് നമുക്ക് വിളിക്കാൻ പറ്റും. അത് ഞാൻ ലേറ്റർ ഓൺ ഇൻ ദ വീഡിയോയിൽ പറയാം. സോ വാച്ച് ഔട്ട് ഫോർ ദാറ്റ്. ആൻഡ് ദെൻ ബോട്ട് ഹയർ ആണെങ്കിൽ 10 to 20 pounds. So the overall ഒരു basic for per day would be like 30 pounds. But if you want to be like fancy and expensive, that will be like about 70 pounds a day. That's the budget cost. Wherever you can use Monzo, I would definitely say Monzo use ചെയ്യുക. അതുപോലെ Chase, Revolut അങ്ങനത്തെ കാർഡുകളുണ്ടല്ലോ which would work in Europe. അത് നിങ്ങളുടെ ആപ്സ് വഴി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കറൻസീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ മോൺസാണ് മെയിൻലി യൂസ് ചെയ്തത് ആൻഡ് ഇറ്റ് വർക്ക്ഡ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇറ്റ് വർക്ക്ഡ് ഫൈൻ. മേക്ക് ഷുവർ യു ഹാവ് സം ക്യാഷ് എന്നാണ് ടു. ക്യാഷാണ് മെയിനായിട്ട് സ്ട്രീറ്റ് ഫുഡ് അതുപോലെ സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ കാർഡ് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. കാരണം നമുക്ക് ക്യാഷ് സേവ് ചെയ്യാം. കാരണം അത്യാവശ്യമുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ചില ബോട്ട് റൈഡുകളിൽ അങ്ങനെ ക്രാബിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് കാർഡ് മെഷീൻ ഒന്നുമില്ല. നമ്മൾ ക്യാഷ് എക്സ്ചേഞ്ചസ് ആണ് മെയിൻലി ഉള്ളത്. അപ്പോൾ കുറച്ച് ക്യാഷ് എന്താണെങ്കിലും കൊണ്ടു നടക്കണം. I know that's the probably tip you heard from like a lot of people like who were saying about going to Thailand. ഓൾസോ ഞാൻ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നല്ല സ്ഥലം പറഞ്ഞുതരാം. കുറേ ക്യാഷ് എക്സ്ചേഞ്ച് സ്ഥലങ്ങളുണ്ട്.
എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി യു വാണ്ട് സം ക്യാഷ് വിത്ത് യു റൈറ്റ്. കാരണം നമ്മളിപ്പോൾ എങ്ങാനും പുറത്ത് പോയിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷ് എപ്പോഴും കയ്യിലേക്ക് നല്ലതാണ്. ഇവിടുന്ന് മാറ്റാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ മാറ്റിയിട്ടില്ലാത്തവർക്ക് ഞാൻ ബെറ്റർ റേറ്റ് നമുക്ക് തായ്ലൻഡ് ചെല്ലുമ്പോൾ കിട്ടും. അതാണ് ഞങ്ങൾ കണ്ടത്. സോ ഞങ്ങൾ ഇവിടുന്ന് ക്യാഷ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തായ്ലൻഡിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലൈക്ക് ബേസ്മെൻറ്റ് ഓഫ് ദ എയർപോർട്ട് ഇപ്പോൾ 2 എയർപോർട്ടിൽ സുവർണഭൂമി എയർപോർട്ടും ഡോങ് മാങ് എയർപോർട്ടും ഐ നോ പുച്ചറിങ് ദ നെയിം ബട്ട് ആ 2 എയർപോർട്ടിലും ലൈക്ക് ബേസ്മെൻറ്റിൽ പോയി കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഓക്കെ, അവിടെ ഞങ്ങൾ ബേസ്മെൻറ്റിൻ്റെ മറ്റേ റാമ്പിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷെ അതല്ലാണ്ട് കുറച്ചും കൂടി ഫർദർ നടന്നു ഞാൻ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് അവിടെ വേറെ 2 ക്യാഷ് പ്ലേസസ് ഉണ്ടായിരുന്നു. ദേ വർ ഡൂയിങ് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ റേറ്റ്. കാരണം ഒബ്വിയസ്ലി നമ്മളൊരു ബിഗർ ഇപ്പോൾ ഒരു £500 £200-300 നമ്മൾ മാറുകയാണെങ്കിൽ യു വാണ്ട് ബെറ്റർ റേറ്റ്സ് റൈറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു പെന്നി ആ 2 penny അല്ലെങ്കിൽ 10p മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. കാരണം അതൊരു 110 അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഫുഡിൻ്റെ ക്യാഷായിട്ട് നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കാനുള്ള ക്യാഷ് എങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ കിട്ടും. അതുകൊണ്ട് ലൈക്ക് വെൻ യു ഗോ ടു ദ എയർപോർട്ട് ഡൗൺ ടു ദ ബോട്ടം ബേസ്മെൻറ്റിൽ പോവുക. ബേസ്മെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്നതല്ല കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിക്കുമ്പോൾ വേറെ 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്സ് നോക്കുക. കാരണം 2 ഡിഫറെൻറ്റ് കമ്പനീസാണ് ഉള്ളത്. അപ്പോൾ 2ൻ്റെയും എക്സ്ചേഞ്ച് റേറ്റ്സ് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ ഓഫർ നിങ്ങൾക്ക് തരുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഒബ്വിയസ്ലി കാണുന്നത് ചെന്ന് അല്ലെങ്കിൽ ഇഫ് യു ടു ടയേർഡ് ഒബ്വിയസ്ലി ഗോ ടു ദ കാരണം എയർപോർട്ടിൻ്റെ എല്ലാ ലെവലിലും യു ഗോ ടു ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ എല്ലാ ലെവലിലും ലൈക്ക് യു ഹാവ് ഡിഫറെൻറ്റ് ലൈക്ക് എക്സ്ചേഞ്ച് പ്ലേസസ് ഉണ്ട്, അതുപോലെ സിം കാർഡ് പ്ലേസസ് ഉണ്ട്. ബട്ട് ഇഫ് യു വോണ്ട് ലൈക്ക് എ ബെറ്റർ റേറ്റ് ഗോ ടു ദ ബേസ്മെൻറ്റ് ഓഫ് ദ എയർപോർട്ട്. Where do you guys want to go? Basically ഞാൻ എന്തൊക്കെയാണ് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ് പാലസ് ഉണ്ട്, ഏർലി മോർണിംഗിൽ പോകുന്നതാണ് മച്ച് ബെറ്റർ. ആൻഡ് ദെൻ നിങ്ങൾക്ക് വാട്ട് പോ again I'm butchering all the like Thailand names but പ്ലീസ് ഫർഗീവ് മീ. അതാണ് ദ ബിഗ് റിക്ലൈനിങ് ബുദ്ധിയുള്ളത്. പിന്നെ നിങ്ങൾക്കൊരു പാർട്ടി വൈബ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഖൗഷാൻ റോഡിൽ പോവുക, വിച്ച് ഈസ് ലൈക്ക് സ്ട്രീറ്റ് ഫുള്ള് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ കുറേ ക്ലബ്സ്, അപ്പോൾ കുറേ പാട്ട്, പിന്നെ കുറേ ഇൻസെക്ട്സിനെ കഴിക്കണമെങ്കിലൊക്കെ ആ സ്ഥലത്ത് പോയാൽ മതി കേട്ടോ. ബൈ ദ വേ കുറേ സ്ട്രീറ്റ് ഫുഡുണ്ട്, ഒരു പാർട്ടി പ്ലേസ് ആണ്, കുറേ ഇങ്ങനെ ലൈക്ക് ഹാപ്പനിങ് പ്ലേസ് ആണത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നൈറ്റ് സ്ട്രോളിന് പോകണമെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു സീ. ദെൻ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ മാർക്കറ്റ്സ്, ചട്ടുചക്ക് മാർക്കറ്റ് ഉണ്ട്, വീക്കെൻഡ് മാർക്കറ്റ്. അത് വീക്കെൻഡിലാണ് മെയിനായിട്ട് എല്ലാ സ്റ്റോൾസും ഓപ്പൺ ചെയ്യുന്നത്. അല്ലാണ്ട് ഫ്രൈഡേ ചില സ്റ്റോൾസ് ഓപ്പൺ ചെയ്യും. സോ ഇതുകൊണ്ട് ഫുൾ എക്സ്പീരിയൻസ് പോകണമെങ്കിൽ വീക്കെൻഡ് സാറ്റർഡേ ഓർ സൺഡേ പോകുന്നതാണ് പെർഫെക്റ്റ്. ആൻഡ് ദെൻ യു ഗോ സാംപാങ് മാർക്കറ്റ്. സാംപാങ് നൈറ്റ് മാർക്കറ്റ് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് പോയത്. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾ അത്ര എക്സോസ്റ്റഡ് നമ്മൾ ചെന്നപ്പോഴേക്കും. ബട്ട് ബൾക്കിന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. ചട്ടുചക്കിനേക്കാളും ചീപ്പറായിട്ട് അവിടെ സാധനങ്ങൾ കിട്ടും. ബട്ട് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ലൈക്ക് ഇനി 3 or 4 അങ്ങനെ സാധനങ്ങൾ സെയിം സാധനങ്ങൾ അല്ലെങ്കിലും ലൈക്ക് ആ കടയിൽ നിന്ന് അങ്ങനെ ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ മാത്രമാണ് മിക്ക കടകളും അവരങ്ങനെയാണ് വിൽക്കുന്നത്. കാരണം ഈ ചട്ടുചക്കിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ചില ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ബൾക്കിന് സാധനങ്ങൾ മേടിച്ചിട്ട് അവർ കൊണ്ടുപോകണേ. അത് കുറേ കാണണ്ട. അത് രാത്രിയാണ്, അതൊരു ലൈവിലേക്ക് ആകുമ്പോഴേക്കും രാത്രി 1 മണിയാവും. അപ്പോൾ നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ഔട്ട്. പിന്നെ ചൈന ലൈക്ക് ടൗൺ ഉണ്ട് നടക്കാനായിട്ട്. വി വെന്റ് ദെയർ ആൻഡ് ഹാഡ് സം സ്ട്രീറ്റ് ഫുഡ് ഓൺ ദ സൈഡ് ആസ് വെൽ. അപ്പോൾ ഈ മോൾസ് പറയുന്നത് MBK സെൻറ്റർ ഉണ്ട്, സെൻട്രൽ വേൾഡ് ഉണ്ട്, ദാറ്റ്സ് വെയർ വി വെന്റ്. ആൻഡ് മറ്റേ ബട്ടർഫ്ലൈ പെർഫ്യൂം ഒക്കെ മേടിച്ച് ഞങ്ങൾ സെൻട്രൽ വേൾഡിൽ നിന്നായിരുന്നു. ആൻഡ് ദെൻ യു ഓൾസോ ഗോട്ട് ലൈക്ക് Siam Paragon ലൈക്ക് ഉണ്ട്. പിന്നെ ദ ഐക്കോൺ സിയോം മോൾ ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് ദ ബ്രാൻഡഡ് ഷോപ്സ് മേടിക്കണമെങ്കിൽ Gucci, Prada അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ യു ക്യാൻ ഗോ ദെയർ. ഓൾസോ BTS Sky Train which is like the പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇറ്റ്സ് ദ ബെസ്റ്റ് ബിക്കോസ് നമ്മൾ വേറെ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട, ലൈക്ക് കൺവീനിയൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എയർകോൺ, ലൈക്ക് ചൂടും നിലനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ AC ആണ്. ബട്ട് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി AC ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് നമ്മൾ മെട്രോയിൽ അല്ലെങ്കിൽ ട്യൂബിലൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾ പോയ 2 സ്ഥലം കൊണ്ട് പറയാം. ഞങ്ങൾ ഒരെണ്ണം പോയത് ദ ബിഗ് ബുദ്ധ ആയിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പോയപ്പോൾ അത് റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബിഗ് ബുദ്ധനെ കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ കുറേ സ്ഥലങ്ങൾ നടന്ന് കാണേണ്ട ഒരു കാഫേ ഒക്കെ ഉണ്ട് ആൻഡ് കുഞ്ഞ് ഗാർഡനൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി പ്രിട്ടി ടു വാക്ക് അറൗണ്ട്. നമുക്കൊരു കാം ഫീലിംഗ് ആണ് ഇങ്ങനത്തെ ടെമ്പിൾസിലൊക്കെ പോയി കഴിയുമ്പോൾ. ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ്. ആൻഡ് ദെൻ ഓൾസോ വി വെന്റ് ടു ദ ഗോൾഡൻ മൗണ്ടൻ. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി പോകണം. കുഞ്ഞു ബേബി സ്റ്റെപ്സ് പോലത്തെ ഒരു സ്റ്റെപ്പുകളാട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റെപ്പൊക്കെ എടുത്ത് വയ്ക്കാം, അങ്ങനത്തെ കുഞ്ഞു സ്റ്റെപ്പുകളാണ്. പക്ഷേ സൈഡിൽ മൊത്തം കുറേ ഭംഗിയുള്ള സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ലൈക്ക് എന്താ പറയുക ഷ്രൈൻസ് പോലെയുണ്ട്, അതുപോലെ കുറച്ച് വാട്ടർ ഫൗണ്ടൻ ഒഴുകുന്ന പോലെയുണ്ട്. സോ ഇറ്റ്സ് വെരി പ്രിട്ടി, ലൈക്ക് കാണാൻ നല്ല ഭംഗിയാണുള്ളത്. പക്ഷേ ഒബ്വിയസ്ലി ഞങ്ങൾ പോയ സമയത്ത് ഇച്ചിരി ക്ലൗഡഡ് ആയിരുന്നു, മഴയുണ്ടായിരുന്നില്ല, ചൂടും അധികം ഉണ്ടായിരുന്നില്ല. സോ വാസ് മച്ച് ബെറ്റർ. വെയിൽ ഫുള്ള് ചെയ്തിരുന്നെങ്കിൽ പുകഞ്ഞ് നല്ല ചൂടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ലൈക്ക് നമ്മൾ
നാട്ടിലെ ഹീറ്റിനേക്കാളും എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നി തായ്ലൻഡ് പോയി കഴിഞ്ഞപ്പോൾ ഹീറ്റ്. സോ ജസ്റ്റ് ലെറ്റിങ് യു നോ ദ ഹീറ്റ് ലെവൽ, ദാറ്റ്സ് വാട്ട് വി വെൻറ്റ് ഇൻ ഒക്ടോബർ. ആൻഡ് ഒബ്വിയസ്ലി ടു ഗോ അവരുടെ ട്രാൻസ്പോർട്ട് സർവീസസ് യൂസ് ചെയ്യാനായിട്ട് ദ BTS Sky train, which is cheaper and convenient and പെട്ടെന്ന് ലൈക്ക് ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് എത്തണമെങ്കിൽ that would be the best way to go. ക്രാബിയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നത്? സോ വി വെൻ ടു ദ ഓനാങ്, ഞങ്ങൾക്ക് റോങ് ആയിട്ട് പറയാണ്ടിരിക്കുമ്പോൾ ശ്രമിക്കുകയാണ്. ഓനാങ് ബീച്ചിൻ്റെ അവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് സ്റ്റേ ചെയ്തത്. സോ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ 4 island ടൂറിൽ പോയി, അതിൻ്റെ വ്ളോഗ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ വി വെൻറ്റ് ഇൻ ടു ദ ലൈക്ക് PP island ടൂർസ് as well. അപ്പോൾ ഞങ്ങളിങ്ങനെ 4 island ടൂറിൽ ഞങ്ങൾക്ക് റൈലി ബീച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടപ്പ് ആൻഡ് ചിക്കൻ ഐലൻഡ് കണ്ടു. ആൻഡ് PP island ടൂറിൽ പോയി കഴിഞ്ഞപ്പോൾ വി വെൻറ്റ് ഇൻ ടു മങ്കി ഐലൻഡ്, Blue Lagoon kandu, and the famous Maya Bay. Oh, the beach is so good. It's crowded, but it's so nice. നിങ്ങൾക്ക് crowd അത്രയും താല്പര്യമില്ലെങ്കിൽ PP island ടൂർ സ്കിപ്പ് ചെയ്യുന്നത്, കാരണം ഫുൾ ഓഫ് ബോട്ട്സ് ആണ്. നമ്മൾ കാണുന്ന പോലെയല്ല, നമുക്ക് ആ ഗ്യാപ്പിൽ കിട്ടുന്ന ഇതുള്ളൂ, ആ ഒരു കാംനെസ് കിട്ടുള്ളൂ. ഫുൾ ടൈം ബിസിയാണ് അവിടെ. ലൈക്ക് ഇറ്റ്സ് ബിസി ആസ് മച്ച് ആസ് ബാങ്കോക്ക്, ബട്ട് ഇൻ എ ബീച്ച്. Imagine that. Kayaking, sunset, and also very cheap massages if you go to Krabi. That's another thing I would definitely recommend. Like massage cheap, like നമ്മൾ ഇവിടെ UK massage book 30 to 40 pound, but നമ്മൾ the fraction of the cost, you get really good മസാജ്. ലൈക്ക് ഷോൾഡർ, കാല് മാത്രം മതിങ്ങി കാല് മാത്രം ചെയ്യും, കൈ മാത്രം മതിങ്ങി കൈ മാത്രം ചെയ്യും, അങ്ങനെ ഫുൾ ബോഡി മസാജ്, സ്ക്രബ് ഇട്ട് ചെണിങ്ങി അങ്ങനെയും വേണമെങ്കിൽ ചെയ്തു തരും. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട്. അവർ പ്രഷർ ചെയ്യുമ്പോൾ ടു മച്ച് പ്രഷർ ആണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി സേ എനിക്ക് പെയിൻ ചെയ്യാമെന്ന്. അപ്പോൾ അവർ കുറച്ച് പ്രഷർ റെഡ്യൂസ് ചെയ്യും, കാരണം അവർ നല്ലോണം ഇങ്ങനെ ഇടിച്ചിടിച്ച് മസാജ് ചെയ്യുന്നപ്പോൾ ചില സമയത്ത് നല്ലോണം മെയിൻ എടുക്കും കേട്ടോ. സോ ജസ്റ്റ് സേ ലൈക്ക് റെഡ്യൂസ് ദ പ്രഷർ എന്ന് പറയണം അവരുടെ അടുത്ത്. നിങ്ങൾക്ക് മസാജസ് ടു മച്ച് പെയിൻഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫുഡ്. ഇത് എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഞാൻ ടൈ ഫുഡ് അധികം കഴിച്ചിട്ടില്ല. നമ്മൾ 1-2 റെസ്റ്റോറൻറ്റ്സിൽ ഇവിടെ പോയിട്ട് ഇച്ചിരി ടൈ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഗൈസ്, ദ ഫുഡ് ഇറ്റ്സ് സോ യമ്മി. ഞാൻ കുറേയൊക്കെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ളതൊക്കെ ഞാനിവിടെ സൈറ്റിൽ നിങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് അത് കാണാമല്ലോ. ഐലൻഡിൽ പോയപ്പോൾ വാസ് ലൈക്ക് സോ എക്സൈറ്റഡ് ഫോർ ഫുഡ്. ആൻഡ് ഞാൻ കഴിച്ച ഒരു ഫുഡും എന്നെ അങ്ങനെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഫിഷ് സോസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് തായ്ലൻഡിൽ ഫുഡ് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെയധികം കുറവാണ്, കാരണം അവർ കുറേ ഫിഷ് സോസ് അവരുടെ തായ് ഫുഡിനകത്ത് അവർ കുറേ ആഡ് ചെയ്യും. സോ ഇഫ് യു നോട്ട് എ പേഴ്സൺ യു മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. എന്തൊക്കെ ഫുഡ് ട്രൈ ചെയ്യേണ്ടതെന്ന് പറയും. പാറ്റായ് ഉണ്ട്, വിച്ച് ഈസ് ലൈക്ക് എ വെരി സ്വീറ്റ് നട്ടി ക്രഞ്ചി ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഖൗ സോയ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ പേരൊക്കെ ഭയങ്കരമായിട്ട് ബുച്ചർ ചെയ്യായിരിക്കും, ബട്ട് പ്ലീസ് ഗൈസ്, ഞാൻ പറയുന്ന ഡിസ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഒരു ക്രീമി കോക്കനട്ട് കറി, അതിനകത്ത് ഒരു ക്രിസ്പി നൂഡിൽസ്, പിന്നെ ഉള്ളത് ടോം യോം ആണ്, വിച്ച് ഇസ് വെരി ടാങ്കി സ്പൈസി, ഒരു സിങ്കി കൈൻഡ് ഓഫ് ഒരു മീൻകറിയുടെ ചാറ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക്. ഞാൻ പ്രോൺസ് ഉള്ളതാണ് കഴിച്ചത്. അപ്പം മോസ്റ്റ് ഓഫ് ദി ഫുഡ് അത് പാറ്റായ് എന്ന് പറയുമ്പോൾ പാറ്റായ്, പിന്നെ അതിൻ്റെ കൂടെ ലൈക്ക് ഇറച്ചിയോ എന്താണെന്ന് വെച്ചാൽ സംഭവം, ചിലപ്പോൾ ചിക്കനോ ചിലപ്പോൾ ബീഫ് ആയിരിക്കും പോർക്ക് ആയിരിക്കും. അതപ്പോൾ അങ്ങനെയാണ് നോർമലി മെന്യൂസിനകത്ത് എഴുതുന്നത്. പാറ്റായ് എന്നിട്ട് പല പല മീറ്റ്സ് അങ്ങനെ. Then you got moong ping, which is a grilled pork and മറ്റേ സ്ക്വേഴ്സ്. അത് സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ മേടിക്കാൻ കിട്ടും. And then crunchy papaya salad. I think it's called som tam എന്നാണ് എനിക്ക് തോന്നുന്നത്, how they pronounce it. പക്ഷേ പഴുത്ത പപ്പായ അല്ല, റോ ആയിട്ടുള്ള പപ്പായ അവരിങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് കുറച്ച് ഫിഷ് സോസ് ഒക്കെ ഇട്ടിട്ട് ഇറ്റ് വാസ് സ്പൈസി ബട്ട് ടാങ്കി. ഒരു കാര്യം പറയുന്നത്, നമ്മളിവിടെ റെസ്റ്റോറൻറ്റ്സ് പോയി കഴിഞ്ഞാൽ വൈ നൗ ഐ ആം ഡീവിയേറ്റിംഗ്. റെസ്റ്റോറൻറ്റ്സ് പോയി കഴിയുമ്പോൾ നമ്മൾ സ്പൈസി ഫുഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്പൈസി, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇവിടെ സ്പൈസി ഫുഡ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇറ്റ്സ് സ്പൈസി. സോ നിങ്ങൾ ലൈക്ക് നാട്ടിലെ സ്പൈസി വെച്ചിട്ടല്ല, നല്ല മുളകൊക്കെ ഇടിച്ച് ആ പപ്പായ സാലഡ്, അത് ചില സമയത്ത് ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പപ്പായൊക്കെ ഇങ്ങനെ അരിഞ്ഞത് മറ്റേ ഇങ്ങനെ ഷ്രെഡ് ചെയ്യും, എന്നിട്ട് അതിനകത്ത് കുറച്ച് ഇതൊക്കെ മുളക് ഇട്ടിട്ട് ഫിഷ് സോസ് ഇടിച്ച് ലൈക്ക് നമുക്ക് പാത്രത്തിലിട്ട് സോ യമ്മി. ആൻഡ് ഇറ്റ് ഫെൽറ്റ് സോ റിഫ്രഷിങ് ആൻഡ് ഫ്രഷ്. അപ്പം നമ്മളിങ്ങനെ ഒരു ഹോട്ടലിൽ എടുക്കുകയാണെങ്കിൽ ലൈക്ക് സാലഡ്സ് ഒക്കെ കഴിക്കാൻ ചില സമയത്ത് ലൈക്ക് സാലഡ്സ് ആണ് അവിടെ പോയി കഴിക്കുന്നത്, ബട്ട് you should definitely try the papaya salad. ഒരു കാര്യം കൂടി, my favorite item, mango sticky rice. ഞാൻ ഈ മാംഗോ സ്റ്റിക്കി റൈസ് കാണുമ്പോൾ ഞാൻ ചില സമയത്തേക്കും ഇത്ര കൊള്ളാതൊക്കെ ഉണ്ടോ, കാരണം ഞാൻ UK കഴിച്ച മാംഗോ സ്റ്റിക്കി റൈസ് 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് പോരായിരുന്നു. ബട്ട് അവിടുത്തെ മാംഗോ ആൻഡ് ദ സ്റ്റിക്കി റൈസ് വാസ് സോ യമ്മി. ഒരു ക്രീമി മധുരമുള്ള കോക്കനട്ട് മിൽക്കിൽ ചോറ് ഇങ്ങനെ വേവിച്ച ചോറും, അതുപോലെ തന്നെ നല്ല പഴുത്ത മാംഗോ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഇച്ചിരി ചോറ്, ഈ മാംഗോ
പിന്നെ നല്ല ക്രീമി ടേസ്റ്റുള്ള മധുരമുള്ള ഇച്ചിരി തേങ്ങാപ്പാലിൻ്റെ മീതേക്കടൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് മറ്റേ എനിക്കൊന്നൊരു മൂങ്താൽ പോലിക്കുന്ന സാധനം സസ്മി സീഡ്സ് ആണെന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ മീതേക്കട ഇടും. I could eat mango sticky rice. I have a regret that I didn't eat enough mango sticky rice while I was there. I would have had. ഞാൻ 2 or 3 കണ്ട് കഴിച്ചോളൂ. But I wish I had more because ആ ടേസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ബട്ട് യു ഡെഫിനറ്റ്ലി നീഡ് ടു ട്രൈ മാംഗോ സ്റ്റിക്കി റൈസ്. നിങ്ങൾ ലൈക്ക് അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല, യു ഡോണ്ട് വാണ്ട് ടു ട്രൈ ഇറ്റ് എന്നാണെങ്കിൽ വേറെ കുറേ ഡിസേർട്ട്സ് ഉണ്ട്. ലൈക്ക് അവർക്ക് ഒരു ഇതുണ്ട്, ഒരു കട, അതിനകത്തൊരു മാംഗോ സൺഡേ ഉണ്ട്. ദാറ്റ്സ് റിയലി നൈസ് as well. ഞാനതിൻ്റെ പേര് കിട്ടണമെങ്കിൽ അവിടെ ലൈക്ക് എൻ്റെ വിയറ്റ്നാം വ്ളോഗിലുണ്ട് ഒരു പ്ലേസ്, ലൈക്ക് ദേ ഡു ലൈക്ക് മാംഗോ ഐസ്ക്രീം ആൻഡ് സൺഡേ ബബിൾ ടീസ് ഒക്കെ. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ബൈ ദ വേ ഇന്ത്യൻ ഫുഡ് കിട്ടും, തായ് ഫുഡ് കിട്ടും, ലൈക്ക് ഇംഗ്ലീഷ് ഫുഡ് കിട്ടും, ജാപ്പനീസ് ഫുഡ് കിട്ടും, ചൈനീസ് ഫുഡ്. അവിടെ ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് കണ്ടന്റ്, കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവിടുത്തെ മോൾസിലും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ മെയിനായിട്ട് പോകുന്നത് തായ് ഫുഡ് കഴിക്കാൻ, ടേസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ അതല്ലെങ്കിലും അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ട്രൈ തായ് ഫുഡ് ആൻഡ് യു വാണ്ട് ട്രൈ സംതിങ് എൽസ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദെയർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഷോപ്പിംഗ്. നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ദിസ് ഇസ് ഇറ്റ്. ഞങ്ങൾ ഷോപ്പ് ചെയ്തു കുറേ. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല. മറ്റേ ബിഗ് ടൈലൻഡ് മാസീവ് ഹോളിനകത്ത് പോവുകയാണെങ്കിൽ കുറേ ഷോപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവിടെ മെയിനായിട്ടുള്ളത് കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് ആൻഡ് സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടാണ് മെയിൻലി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു ലുക്ക് അറ്റ് വൺ ഓഫ് എൻ്റെ ഒരു വ്ളോഗിനകത്തുണ്ട് ഞങ്ങൾ സെൻട്രൽ വേൾഡിൽ പോണത്. അവിടെ പോകുന്ന ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മാർഷൽ സെയിങ് ഓൾ വി ഡിഡ് ഹിയർ വാസ് ഷോപ്പിംഗ്. ബിക്കോസ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സ്ഥലം ഈസ് ബാങ്കോക്ക്. എവിടെയൊക്കെ പോകണം എന്നൊക്കെ പറയാം. സോ ഇവൻ ടു ചട്ടുചക് വീക്കെൻഡ് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് പ്ലേസ് ആൻഡ് ഐ മീൻ യു ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദർ. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ, ഇവിടെ ഷോപ്പ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനവിടെ ചെന്നപ്പോൾ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. എന്താ മേടിക്കേണ്ടത്, എന്താ എടുക്കേണ്ടത് ഒന്നും അറിയില്ല. കുറേ സാധനങ്ങളും കുറേ കടകൾ എല്ലാം ഇങ്ങനെ കുഞ്ഞു കടകൾ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കണമായിരുന്നു. ലൈക്ക് നമ്മൾ നാട്ടിൽ പറയില്ലേ ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ മേടിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. ലൈക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. നിങ്ങളൊരു വീട് മേടിച്ചതിനകത്ത് A to Z സാധനങ്ങൾ മേടിക്കണം അവിടെയുണ്ട്. ഫുഡ് മേടിക്കാൻ പറ്റും, ഫുഡ് കഴിക്കാൻ പറ്റും, അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാൻ പറ്റും, ക്ലോത്ത്സ് മേടിക്കാൻ പറ്റും, ആക്സസറീസ് മേടിക്കാൻ പറ്റും. നടന്ന് ലൈക്ക് ഞങ്ങൾ ഫുള്ള് ടയർഡായി. അപ്പോൾ ഇടയ്ക്ക് ചെന്ന് ഫുഡ് കഴിക്കാനും പ്ലേസസ് ഉണ്ട്. നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. പക്ഷേ ചൂട് കാരണം അപ്പോൾ ചട്ടുചക് വീക്കെൻഡ് മാർക്കറ്റിൽ പോകണവർ ചൂടെടുത്ത് ലൈക്ക് നിങ്ങൾക്ക് ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും കൂളായി പോകണമെങ്കിൽ മിക്സഡ് ചട്ടുചക്കിൽ പോവാം. അവിടെയാണ് ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചത്. ഓൾസോ ഞങ്ങൾ അവിടുന്ന് അവിടെ 100% ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇൻഡോർസി മോളാണ്, അപ്പോൾ കുറച്ചുകൂടെ എയർ കൊണ്ട്. അപ്പോൾ ചൂടെടുത്ത് മടുത്ത് കഴിയുമ്പോൾ അവിടെ ടോയ്ലറ്റ്സിലും പോകാം. ഞങ്ങൾ ടോയ്ലറ്റ്സിൽ പോകാനാണ് മെയിനായിട്ട് വന്നത്. കാരണം ചട്ടുചക്കിൽ ടോയ്ലറ്റ്സിൽ പോകണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ചില സമയത്ത് മാർക്കറ്റ്സിൽ പോയി കഴിയുമ്പോൾ യു ടു പേ ടു ഗോ ടു ദ ടോയ്ലറ്റ്സ്. ബട്ട് നമ്മളിങ്ങനെ മോളുകളിൽ പോവുകയാണെങ്കിൽ യൂഷ്വലി ടോയ്ലറ്റ്സ് അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദെൻ വീട്ടിൽ സാരി നമുക്ക് മിക്സിറ്റിൽ പോയിട്ട് അവിടെ. അപ്പോൾ ചട്ടുചക് വീക്കെൻഡ് മാർക്കറ്റ് മിക്സിഡ് മാർക്കറ്റ്. ഓക്കെ, അതൊരു ഇൻഡോർസി മാർക്കറ്റാണ്. ചട്ടുചക് ഇസ് ഫുള്ളി ഔട്ട്ഡോർസി. ചൂട് എവറിത്തിങ് ബി റെഡി. വെള്ളം ക്യാരി ചെയ്യുക, നടക്കുക, ദാഹിക്കുന്നുണ്ടെങ്കിൽ ജ്യൂസ് കൗണ്ടറിൽ പോയിട്ട് ജ്യൂസ് മേടിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ആൻഡ് ദെൻ വി വെന്റ് ടു പ്ലാറ്റിനം മാർക്കറ്റ് ആൻഡ് ഒന്നുകൂടെ പറയട്ടെ, ഇതെപ്പോൾ പറയണം എനിക്ക് മിക്സ് ചെയ്ത് പോകും. ഓക്കെ, സോ വി ഗോ പ്ലാറ്റിനം മോൾ ആൻഡ് പ്രാറ്റിനം മാർക്കറ്റ്. പ്ലാറ്റിനം മോൾ അഗൈൻ ഒരു ഇൻഡോർസി മാർക്കറ്റാണ്. കുറേ ഇങ്ങനെ നടന്നുണ്ട്. തുണികൾ മേടിക്കാൻ ഫാഷൻ ഹോൾസെയിൽ പ്രൈസസിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. വി വെന്റ് ടു പ്രാറ്റിനം മാർക്കറ്റ് വിച്ച് ഈസ് ഓപ്പോസിറ്റ്. ഈ പ്ലാറ്റിനം മോള് ഇങ്ങനെ ഒരു സിൽവർ ബിൽഡിംഗ് പോലെ ആയിരിക്കും. പ്രാറ്റിനം മാർക്കറ്റ് അടിയിൽ ചട്ടുചക്ക് പോലെ ഫുള്ള് ഓപ്പൺ ആണ്. അവിടെയും കുറേ സാധനങ്ങൾ കിട്ടും. ഞാൻ കൂടുതലും എൻ്റെ ഷോപ്പിംഗ് ലൈക്ക് സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ നിന്ന് മേടിച്ചത് പ്രാറ്റിനം മാർക്കറ്റിൽ നിന്നാണ്. എനിക്ക് ചട്ടുചക്കയിൽ നിന്ന് മറ്റേ ചിരട്ട പോലത്തെ സംഭവം മറ്റേ സ്പൂണും അതൊക്കെയാണ് കിട്ടിയത്. ബട്ട് എനിക്ക് മാർഷലിന് കുറച്ചും കൂടി ക്ലോത്ത്സ് കിട്ടിയായിരുന്നു. പക്ഷേ പ്രാറ്റിനം മാർക്കറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ക്ലോത്ത്സ് മേടിക്കാനായിട്ട്. ഇറ്റ്സ് മച്ച് മോർ ഹോൾസെയിൽ പ്രൈസിലും കിട്ടും. അപ്പോൾ 1, 2, 3 അങ്ങനെ എടുക്കണം. ലൈക്ക് ഒരെണ്ണം വെച്ച് എടുക്കാൻ പറ്റില്ല, 2, 3 എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചീപ്പർ റേറ്റ്സിൽ അവരുടെയും. ചട്ടുചക്കിൽ എന്ത് 3 എടുത്താലും ചിലപ്പോൾ സെയിം പ്രൈസ്. ആൻഡ് ദെൻ യു ഗോ MBK സെൻറ്റർ. ഫോൺസ് ഇലക്ട്രോണിക്സ് മേടിക്കാനായിട്ട് ബെസ്റ്റ് പ്ലേസ് ആണ്. അവിടെ എന്തോരം കടയെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സിന് ലൈക്ക് കാർഡ്, SD കാർഡ്സ്, ഹാർഡ് ഡിസ്ക്സ്, ലൈക്ക് മറ്റേ വിൻറ്റേജ് ക്യാമറസ് അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ്. സെൻട്രൽ വേൾഡിലാണ് ഞങ്ങൾ പോയത്. ഐ വാസ് എ ഹ്യൂജ് മോൾ. ഞങ്ങൾ ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്ന് ബട്ടർഫ്ലൈ പെർഫ്യൂംസ് മേടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് ലൈക്ക്
ബ്യൂട്ടി കോസ്മെറ്റിക് സാധനങ്ങൾ മേടിക്കാനായിട്ട് ബ്യൂട്ടി ഏരിയത്തിൽ ഞാൻ അവിടെയാണ് പോയത്. ആൻഡ് ഷോപ്പിങ്സ് കോസ്മെറ്റിക്സ് മേടിക്കാനായിട്ട് അവിടെ 3 കടകളാണ് ഞാൻ മെയിനായിട്ട് പോയത്. ഒന്ന് ഈവൻ ബോയ്, പിന്നെ ഒന്ന് ബ്യൂട്ടീറിയം. രണ്ടിലും ചിലപ്പോൾ ഓഫേഴ്സ് വരും. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലത് ദ അതർ വൺ ലൈക്ക് ദ വൺ ബെറ്റർ ദൻ അതർ വൺ. ദെൻ വി വെൻ ടു ദ ഡോൺ ഡോങ്കി വിച്ച് ദ ജാപ്പനീസ് സ്റ്റോർ. അവിടെ കോസ്മെറ്റിക്സും കിട്ടും, ഫുഡും കിട്ടും. നിങ്ങൾ ജപ്പാനിൽ പോയാലൊന്നൊരു വിഷമം തീർക്കണമെങ്കിൽ ഡോൺ ഡോങ്കി പോയാൽ മതി, വിച്ച് ഇസ് ഇൻ MBK സെൻറ്റർ. ആൻഡ് ഐ സ്പെസിഫിക്കലി വോണ്ടഡ് ടു ഗോ ഇൻ ടു ദാറ്റ് സ്റ്റോർ. ഞാൻ ബിക്കോസ് it's a big thing. And at Thailand hall morning you can see so many things that I bought from there because it was really good. Also went to Icon Siam Mall. Branded സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു സിയാം ലൈക്ക് അതിനെന്താ പറയണത്, ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, ഇൻഡോർസ് മാർക്കറ്റ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് പേര് ഓർമ്മ വരുന്നില്ല. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചട്ടുചക്കിൽ ലൈക്ക് 4 സോപ്പിന് 100 ബക്സിനാണ് മേടിച്ചത്. ഓക്കെ, ഈ കവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സോപ്പിന് 70 ബത്ത് അല്ലെങ്കിൽ 2 സോപ്പിന് 70 ബത്ത് കൊടുക്കണം. സോ അത്തരം പ്രൈസ് ഡിഫറൻസ് ആണ് അതിൻ്റെ ഇൻഡോർസി മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ, വിച്ച് ഈസ് ഇൻ ദ ഐക്കോൺ സിയാം മോൾ. അപ്പോൾ ഫുഡിൻ്റെ പ്രൈസ് ആണെങ്കിലും ഐറ്റംസിൻ്റെ പ്രൈസ് ആണെങ്കിലും എല്ലാം ഒരു 20 to 30% പ്രൈസ് ഹൈക്കാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത്. ബട്ട് കാണാനായിട്ട് അടിപൊളി സ്ഥലമാണ്, മേടിക്കാനായിട്ട് വലിയ ലാഭമില്ല. അപ്പോൾ ചട്ടുചക്ക്, പ്രാറ്റിനം മാർക്കറ്റ്, പ്രാറ്റിനം മോള്, സെൻട്രൽ വേൾഡ് അതൊക്കെയാണ് മച്ച് ചീപ്പർ. ഐക്കോൺ സിയാം മോളിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് മോർ എക്സ്പെൻസീവ് അതുപോലെ. പക്ഷേ അവിടെ കുറേ ഷോപ്പിംഗ് പ്ലേസസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പിക്ക് ആൻഡ് ചൂസ് വാട്ട് യു വാണ്ട് ടു ഡു. ജസ്റ്റ് ഡു യുവർ ഓൺ റിസർച്ച് ഓൺ ദാറ്റ് ബിക്കോസ് കുറേ സ്ഥലങ്ങളുണ്ട്. എനിക്ക് എന്തൊക്കെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല, കാരണം അത്രമാത്രം സ്ഥലം അവിടെ ഉണ്ട്. ഫ്യൂ ടിപ്സും കൂടി പറഞ്ഞു തരാനുണ്ട്. ഓൾവേസ് ബാർഗിൻ പൊളൈറ്റ്ലി ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബൈ ഇറ്റ് ജസ്റ്റ് വാക്ക് അവേ. ചില സമയത്ത് നമ്മൾ ബാർഗിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നു അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ അവർ പറയുന്ന പ്രൈസിൻ്റെ ഒരു 20 to 30% ലെസ് ആയിട്ട് പറയാം. നിങ്ങൾ അത് ബാർഗിൻ ചെയ്യുക. ബാർഗിൻ ചെയ്തിട്ട് അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് മേടിക്കണമെങ്കിൽ ജസ്റ്റ് വാക്ക് അവേ. പിന്നെ വേറൊരു കാര്യം, വൺ തിങ് ദാറ്റ് ഐ വിൽ ടെൽ യു ഗൈസ്, ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ ഹാസ് ടോൾഡ് യു ദിസ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചട്ടുചക്ക് വീക്കെൻഡ് മാർക്കറ്റ് അല്ലെങ്കിൽ മോൾസിലൊക്കെ പോകണം. നമ്മൾ ഒബിയസ്ലി സ്ഥലം ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ വീണ്ടും അവിടേക്ക് പോവോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് വെൻ യു ആർ ഗോയിങ് ആൻഡ് യു സീയിങ് സംതിങ് യു ലൈക്ക് ജസ്റ്റ് ബൈ ഇറ്റ്. ബിക്കോസ് തിരിച്ചു വന്ന സാധനം മേടിക്കില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ആലോചിച്ചായിരുന്നു, തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ സാധനം മേടിക്കാം, തിരിച്ചു വരുമ്പോൾ ആ സാധനം മേടിക്കാമെന്ന്. ബട്ട് അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ ഒരു സാധനവും ഞങ്ങൾ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാണാം, യു റിയലി വാണ്ടഡ് ഇറ്റ് എന്നാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ബൈ ഇറ്റ്. പ്രോ ടിപ്സ് വുഡ് ബി ബാർഗിൻ പൊളൈറ്റ്ലി. 20 to 30% ലെസ് പ്രൈസ് പറയുക. അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ വാക്ക് അവേ ചെയ്യുക. ഓൾസോ ക്യാരി ലൈക്ക് സ്മോൾ കോയിൻസ് ആൻഡ് നോട്ട്സ്. വലിയ ലൈക്ക് ഇപ്പം 1000, 10 അങ്ങനെ ഒന്നല്ലാണ്ട് കുഞ്ഞ് ലൈക്ക് എന്താ പറയുക 100, 10 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാരി ആണെങ്കിൽ ഈസിയർ ആയിരിക്കും. കോയിൻസ് കിട്ടുകയാണെങ്കിൽ സേവ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പീപ്പിൾ ലൈക്ക് ഓൺ സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ ദേ ലവ് ലൈക്ക് ക്യാഷ്. അവർ ദേ പ്രിഫർ ക്യാഷ്. കാർഡ് മെഷീനൊക്കെ വളരെ ആൾക്കാർക്ക് കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ സ്ട്രീറ്റ് മാർക്കറ്റ്സിൽ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും അല്ലെങ്കിലും ജസ്റ്റ് ക്യാരി സം ക്യാഷ് വിത്ത് യു. ബിക്കോസ് എപ്പോഴാണ് അവിടെ ക്യാഷ് വന്നതെന്ന് ഉപയോഗിക്കാൻ ആവശ്യം വന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ക്യാരി സം ക്യാഷ് വിത്ത് യു. ഔട്ട്ഡോർ മാർക്കറ്റ്സിൽ പോയി കഴിയുമ്പോൾ ടോയ്ലറ്റ്സിന് ക്യാഷ് കൊടുക്കേണ്ട ഒരു എൻട്രി ആയിട്ട് മറ്റേ ക്യാഷ് ഇൻ ലൈക്ക് ഇൻ ഔട്ട് സിസ്റ്റമാണ് ചില നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലുള്ളതൊക്കെ പോലെ. സോ ജസ്റ്റ് മേക്ക് ഷുവർ യു ക്യാരി സം ക്യാഷ് വിത്ത് യു. ആൻഡ് ഒബിയസ്ലി BTS ഉപയോഗിക്കാൻ പറ്റും, വിച്ച് ഈസ് ദ മെട്രോ. അവർ കറക്റ്റായിട്ട് നമ്മൾ ആ ഷോപ്പിങ്ങിൻ്റെ പ്ലേസിൻ്റെ അല്ലെങ്കിൽ മോളിൻ്റെ അവിടെ ആയിരിക്കും സ്റ്റോപ്സ് ഒക്കെ ഉണ്ട്. സോ വിൽ ബി ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ ടു കൺക്ലൂഡ് ദിസ് സെക്ഷൻ, ഇറ്റ് വുഡ് ബി ബാർഗിൻ പൊളൈറ്റ്ലി. ഷോപ്പിംഗ് എവിടെയൊക്കെ പോകണമെന്ന് നിങ്ങൾ ചെയ്യുക. 1-2 സ്ഥലങ്ങൾ പിക്ക് ചെയ്യുക. വിൽ ബി വെരി ഓവർവെൽമിങ്, വെരി ക്രൗഡഡ് ആൻഡ് ഹീറ്റ് ആസ് വെൽ. ഓൾസോ ടോയ്ലറ്റ്സിൽ പോകാനായിട്ട് കോയിൻസ് യൂസ് ചെയ്യുക. സ്മോൾ നോട്ട്സ് ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഗർ, കാരണം ചേഞ്ച് കിട്ടാനായിട്ട് ഈസിയർ ആയിരിക്കും. ആൻഡ് BTS ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് ആ ഷോപ്പിംഗ് പ്ലേസസിൻ്റെ അടുത്ത് നമുക്ക് കൊണ്ടുവന്ന് ഇറങ്ങാൻ പറ്റും. സോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ്. വിൽ ടെൽ യു ലൈക്ക് എവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്യണമെന്ന്. ആൻഡ് ദെൻ ഇറ്റ്സ് ലൈക്ക് വുഡ് ബി ഈസി walk as well. Scams, safety and local etiquette. അതായിരിക്കും ഈ സെക്ഷനിൽ. ഓക്കെ, Thailand is a super safe place. Let me tell you a story about this. ഞങ്ങൾ ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനായിട്ട് ഞങ്ങളൊരു ടാക്സിയിലാണ് പോയത്. അഗൈൻ ഐ വിൽ കം ടു എ സെക്ഷൻ അപ്പോൾ എന്തൊക്കെ ആപ്സാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ടാക്സിയിൽ പോകുന്ന വഴിക്ക് ഐ ഗേവ് എൻ്റെ ഈ DJIയുടെ ക്യാമറ ഞാൻ ജെയ്സനാണ് കൊടുത്തു ബിക്കോസ് യു വോണ്ടഡ് ടു സീ വാട്ട് യു വാസ്. ഞാനപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് കൊടുത്തു. അത് ഞങ്ങൾ ടാക്സി ഇന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊരു ബിസി പ്ലേസാണ്. നമ്മൾ ഇറക്കി ഒരു ടാക്സി അപ്പോൾ തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വി ജസ്റ്റ് വോക്ക് ലൈക്ക് 1 minute and I was like, ജെയ്സേട്ടാ എൻ്റെ ക്യാമറ അവിടെ പോയി വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ജെയ്സേട്ടനിലേക്ക് നിനക്ക് ഞാൻ തന്നു. and I was like, no you didn't. And then because it was so small, it was like in
പോക്കറ്റിലിട്ട് തന്നെ പകരം it was just on the car seat. And we called the taxi driver, അപ്പം തന്നെ മെസ്സേജ് അയച്ചു ലൈക്ക് ഞങ്ങളുടെ ആപ്പിനകത്ത്. And the guy, he was kind enough to come around, and not everyone has to do it. I'm not saying every single person is honest and they, പക്ഷേ that taxi drivers was very very nice. And പുള്ളി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ക്യാമറ വന്നു, ഞങ്ങൾ എന്നിട്ട് പുള്ളിക്ക് ടിപ്പായിട്ട് കുറച്ച് കാശും കൊടുത്തു, because like I respected his honesty to come around and give it to us. He didn't need to. He could have said like നിങ്ങൾ ഞങ്ങളുടെ മെയിൻ ഓഫീസിൽ വന്ന് സാധനം മേടിക്കുക അങ്ങനെയൊക്കെ പറയായിരുന്നു. ഞങ്ങളുടെ ഫുൾ ഡേ അന്ന് ലൈക്ക് പോയേനെ if we did that. Can you imagine if the guy was like I'm going to give that because already ഞാൻ വേറെ റൈഡിന് പോയി, why don't you go there and go and get your camera എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ ഡേ അതിന് വേണ്ടി പോയേനെ. കാരണം ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഹോളിഡേയ്സിന് പോകുന്നത്. അപ്പോൾ ലൈക്ക് ഇങ്ങനത്തെ ഒരു അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഇറ്റ്സ് വെരി ആ ഫുൾ ഡേയുടെ മൂഡ് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ലക്ലി ദ ഗായ് വാസ് വെരി നൈസ് ഇനഫ് ആൻഡ് കൈൻഡ്. You have to drop the camera back to us, and we said thank you, and he said like it's okay, no problem, because we poyappa thanne njangal like we just messaged him because it was very like we drop it appa thanne poy, but then we just like messaged, and I just wanted to share that story. But I'm not saying that happens like ellavarkku anganeyana like thirichu ningal saangal poy kittanonnilla, but I just want to share my story here. What are the scams to watch out for? Let's go from there. ഒന്നാമത് ചില ആൾക്കാർ പറയും ഈ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഈ ടെമ്പിളിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ട്രിക്ക് പറയും. ആൻഡ് ടുക് ഈസ് ദ അതർ വൺ യു പോസിബിളി കുറേ കേൾക്കുന്ന ഒരു സംഭവം. ടുക് റൈഡ്സ് എന്ന് വെച്ചാൽ അവർ പറയും ലൈക്ക് ഞാൻ അവിടെ വരെ കൊണ്ടുപോകും, എന്നിട്ട് അവരോട് കൊണ്ടുപോയിട്ട് ലൈക്ക് നമ്മളെ 3 or 4 times ചാർജ് ചെയ്യും. സോ ഓൾവേസ് ടിക്ടോക്കിൽ ഒരു പ്രാവശ്യം പോകണം ഡെഫിനറ്റ്ലി, ഐ വുഡ് സേ ഫോർ ദ എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് റിയലി നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ കൗഷൺ റോഡിൽ പോയ സമയം ദിവസം ഞങ്ങൾ തിരിച്ച് ടിക്ടോക്കിൽ വന്നു. ബട്ട് വി ബാർഗൻ ദ പ്രൈസ് വിത്ത് ദ ഗായ്. കാരണം ഞങ്ങൾ 4 പേരും ടാക്സി എടുക്കുന്ന സെയിം കോസ്റ്റുള്ള ടിക്ടോക്കിന് പോയത്. വി ബാർഗൻ വിത്ത് ദ ഗായ് ആൻഡ് ഈ സൈഡ് ഓക്കെ ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് എ ഫിക്സ് ഡീൽ, ഞങ്ങൾ പറഞ്ഞ പ്രൈസ് ഇതിൽ കൂടുതൽ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ ചില സമയത്ത് ടുക്ടുക്സ് കയറി കഴിയുമ്പോൾ അവർ ഭയങ്കര എക്സ്പെൻസീവായിട്ട് നമ്മൾ ചാർജ് ചെയ്യും. അതുകൊണ്ട് ടാക്സി മെയിൻലി ആണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ സ്കൂട്ടർ ഹയർ ചെയ്യുന്ന ഒരു സ്കാം ഉണ്ട്. സ്കൂട്ടർ ഹയർ ചെയ്തിട്ട് അവർ പറയും ഞങ്ങളുടെ സ്കൂട്ടറിന് ഈ ഡാമേജ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ കാശ് എക്സ്ട്രാ നമ്മുടെ നിന്ന് മേടിക്കും. സോ നിങ്ങൾ സ്കൂട്ടർ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിൻ്റെ വീഡിയോസ് എടുത്ത് വയ്ക്കുക, ജസ്റ്റ് ലൈക്ക് ഒരു സേഫ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരോട് കാണിച്ചപ്പോൾ പറയുന്നത് ഇതാണ് ഞങ്ങൾക്ക് ബിഫോർ ക്യാമറ ഇത് കിട്ടിയത്, ഡേറ്റ് ഒക്കെ നോക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പറയാമല്ലോ, എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ സ്കാംസ് ഉണ്ടായ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടാം, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പുതിയ സ്കാംസൊക്കെ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽസിൻ്റെ അവരുടെ തലയിൽ ടച്ച് ചെയ്യരുത്, അതുപോലെ ഡോണ്ട് പോയിൻറ്റ് അറ്റ് ദർ ഫീറ്റ് ഈതർ, അതൊരു ലോക്കൽ ലൈക്ക് എറ്റിക്കറ്റ്സ് ആണ്. ഓൾസോ അമ്പലത്തിൽ പോകുമ്പോൾ ബി റെസ്പെക്ട്ഫുൾ. സോ ഡ്രസ് മോഡസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഹെഡ് ടോ കവർ ചെയ്ത് പോകണമെന്നില്ല, ലൈക്ക് ബിലോ നീ ആൻഡ് ഓൾസോ ഷോൾഡേഴ്സ് കവർ ചെയ്യുക. അപ്പോൾ ടീഷർട്ടൊക്കെ ഇട്ടാൽ മതി, ലൈക്ക് സ്ലീവ്ലെസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്കാർഫ് വെച്ച് ഷ്രഗോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക. ആൻഡ് അവിടെ ലൈക്ക് നോർമലി ടെമ്പിൾസിൻ്റെ അവിടെ തന്നെ ലൈക്ക് അവർ പറയും ഇത് ഇടരുന്നു. അപ്പോൾ ഡോണ്ട് ബി ലൈക്ക് ഓ ഞങ്ങളത് ഇടും അങ്ങനെ വന്ന് ഡിസ്റെസ്പെക്ട്ഫുൾ ആവരുത്. ലൈക്ക് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ കൺട്രിയിലെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. സോ ഒബ്വിയസ്ലി അമ്പലത്തിൽ പോകുമ്പോൾ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് just make sure you dress modestly and also like cover up ചെയ്യണമെങ്കിൽ അവിടെ കുറേ കടകളുണ്ട്. യു ക്യാൻ ബൈ ലൈക്ക് എലിഫൻറ്റ് പാൻസ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്കേർട്സ് ഒക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഷോർട്ട്സ് ഇട്ടേക്കണമെങ്കിൽ അതിട്ടിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ യു ക്യാൻ ഗെറ്റ് ചേഞ്ച്ഡ് ആസ് വെൽ. സംതിങ് ലൈക്ക് ഐ സോ ദാറ്റ് ആസ് വെൽ. സോ ഞാൻ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് പോയ അമ്പലത്തിൽ പോയി, ബിക്കോസ് ആര് ലൈക്ക് കാല് ഫുള്ള് കാണിക്കരുന്നല്ല, മുട്ടിന് താഴെ വരെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് സോ ബി ഈസി ടു വോക്ക് അറൗണ്ട് ആൻഡ് ദെൻ ഐ ഡോണ്ട് നീഡ് ടു ഗോ ആൻഡ് ബൈ. ചില സമയത്ത് നമ്മൾ കടയുടെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിൽ ദ പ്രൈസസ് മൈ ബി ലിറ്റിൽ ബിറ്റ് ഹയർ ഇഫ് യു വാണ്ടഡ് ടു ബൈ എൻ എലിഫൻറ്റ് പാൻസ്. ഓൾസോ ടോക്കൺ അപ്പോൾ എലിഫൻറ്റ് പാൻസ് ആക്ച്വലി ടൂറിസ്റ്റുകളാണ് ഇടുന്നത്. അവിടുത്തെ തായ്ലൻഡ് ആൾക്കാർ എലിഫൻറ്റ് പാൻസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. സോ ഇഫ് യു ആർ എ പേഴ്സൺ ദാറ്റ് ഹു വാണ്ട്സ് ടു ലൈക്ക് എന്താ പറയുക elephant pants മേടിക്കുന്നുണ്ടെങ്കിൽ you can, but it's a very touristy thing and it could start from like 80 baht to 200 baht for elephant pants. so നമ്മൾ ചില സമയത്ത് ബാർഗൻ ചെയ്യുന്ന കുഴപ്പമില്ല, കാരണം നോർമലി ഒരു 80 to 90 bahtൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി എലിഫൻറ്റ് പാൻറ്റ് കിട്ടും. സോ മേക്ക് ഷുവർ ഇഫ് യു ആർ ബൈയിങ് വൺ ജസ്റ്റ് ലൈക്ക് ബാർഗൻ ലിറ്റിൽ ബിറ്റ് there. പാക്കിംഗ് ടിപ്സ് എന്നാലും ഇങ്ങനെ പോകാൻ തീരുമാനിച്ചില്ല, അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുള്ളൂ, കാരണം അവിടെ കുറേ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. എനിക്കത് അറിയാൻ പാടില്ലായിരുന്നില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ഹൈ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ ലൈക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകും, ഇത് കൊണ്ടുപോകണം അങ്ങനെ. പക്ഷെ അവിടെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊന്നും അധികം ചുമന്നുകൊണ്ടൊന്നും പോകണ്ട. ലൈറ്റ് ക്ലോത്ത്സ് പാക്ക് ചെയ്യുക, ലൈക്ക് എയറി ക്ലോത്ത്സ്, സംതിങ് ദാറ്റ് യു ക്യാൻ ലൈക്ക്
യു ക്യാൻ ബ്രീത്ത് ഇൻ, കാരണം നല്ല ചൂടുള്ള സ്ഥലമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു ഷോർട്ട് സ്ലീവ്ഡ് ആയിട്ടുള്ള ലൈക്ക് സ്ലീവുള്ള എന്തെങ്കിലും ഒരു ടോപ്പ് കൊണ്ടുപോവുക, ജസ്റ്റ് ഇൻ കേസ് ലൈക്ക് ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലും ജസ്റ്റ് ടെമ്പിളിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട്. ആൻഡ് കവർ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എലിഫൻറ്റ് പാൻസ് അങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ പിന്നെ ഷോർട്ട്സും കാര്യങ്ങളും. ഞാൻ കുറച്ച് ഷോർട്ട്സാണ് എടുത്തത്, സ്കേർട്ട്സ് കൊണ്ടുപോയായിരുന്നു. ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈക്ക് ട്രൗസേഴ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. ജീൻസ് ഞാൻ അവിടെ ഇട്ടേ ഇല്ല, ബിക്കോസ് ഇറ്റ് വാസ് സൂപ്പർ വാം. ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ പൊക്കഞ്ഞ് മനുഷ്യനൊരു പരിവാം. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് കൊണ്ടുപോകാം. സാൻഡൽസ് സംതിങ് ദാറ്റ് യു കംഫർട്ടബിൾ ഇൻ. ഞാൻ എൻ്റെ ക്രോക്സിൻ്റെ ഐ വിൽ ഷോ യു സാൻഡൽസാണ് കൊണ്ടുപോയത്, ലൈക്ക് ദിസ് വൺ. I wore this to Vietnam, I wore this to Thailand, and it was super comfortable for me. ഞാൻ ക്രോക്സിന് സാധാരണ വിചാരിക്കുമ്പോൾ മറ്റേ ടോ കവർ ചെയ്യുന്ന ക്രോക്സ് അല്ല, പക്ഷേ ദിസ് വൺ ഞാൻ കണ്ടപ്പോൾ, ഞാൻ 2-3 വീഡിയോസിലും കണ്ടപ്പോൾ പീപ്പിൾ റെക്കമെൻഡഡ് ദിസ് ഇസ് റിയലി നൈസ്. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി. ഇതാണ് ഫുൾ ട്രാവലിങ്ങിന് ഇപ്പോൾ ഈ ചെരുപ്പാണ് ഇട്ടത്, ബിക്കോസ് ഇറ്റ് വാസ് സൂപ്പർ കംഫർട്ടബിൾ. ഞാൻ പിന്നെ ഓൾസോ എൻ്റെ ട്രെയിനേഴ്സ് കൊണ്ടായിരുന്നു. ഞാൻ ട്രെയിനേഴ്സ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ട്രെയിനേഴ്സ് ഉപയോഗിച്ചത്, പിന്നെ തിരിച്ചു വരുന്ന സമയത്തും. ബാക്കി എല്ലാ ടൈമിലും ഐ വാസ് വെയറിങ് ലൈക്ക് സാൻഡൽസ്, ബിക്കോസ് ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. ബട്ട് bring a proper shoe and also bring sandals, or you can just buy from there. ഓൾസോ എന്തെങ്കിലും ലൈക്ക് ടെമ്പിൾസ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ലൈക്ക് ഷറോങ് ലൈക്ക് ടൈ ചെയ്യാനായിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ടവൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, കോയിൻസ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കളയണ്ട, സേവ് ചെയ്ത് വെച്ചു നമുക്ക് ഉപയോഗം വരും. പിന്നെ ടിഷ്യൂസ്, പവർ ബാങ്ക് ആൻഡ് ഓൾസോ ട്രാവൽ അഡാപ്റ്റർ ആൻഡ് ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് എന്തെങ്കിലും കാരണം ഡേറ്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും കാരണം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ മേക്ക് ഷുവർ യു ഹാവ് ദ ഇൻഫർമേഷൻ ഡൗൺലോഡഡ്. റീയൂസബിൾ വാട്ടർ ബോട്ടിൽ, ബിക്കോസ് നല്ല ചൂടാണ്. ഞങ്ങൾ അധികം വാട്ടർ ബോട്ടിൽ അങ്ങനെ യൂസ് ചെയ്തില്ല. മെയിൻലി വാട്ട് വി ഡിഡ് വാസ്, ഞങ്ങൾ പോകുന്ന കടയിൽ ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കും, ലൈക്ക് വാട്ടർമെലൺ ജ്യൂസ്, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, ലൈക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ മേടിച്ച് കുടിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. നോർമലി ഞാനൊരു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലാണ് കൊണ്ടുപോകണേ, എന്നിട്ട് ഞാനത് കുടിച്ച് യൂസ് ചെയ്തിട്ട് റീയൂസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരും. തൊള്ളി റീസൺ ഈസ്, അല്ലെങ്കിൽ ആ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റും കൂടി നമ്മൾ ക്യാരി ചെയ്യണമല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. പ്ലാസ്റ്റിക് ആകുമ്പോൾ ഒബിയസ്ലി വെയിറ്റ് കുറവാണ്, നമ്മൾ ഒഴിക്കുന്ന വെള്ളം അനുസരിച്ചിട്ടാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇൻസെക്ട് സ്പ്രേയും അതുപോലെ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. വൺ മോർ തിങ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ, ഞാൻ അവിടെ ചെന്നപ്പോൾ tampons അധികം കണ്ടില്ല. So if you're a person who uses tampons, I didn't see much of it there. It was mainly like pad ആണ് അവിടെ ഉള്ളത്. So if you're a person who uses tampons, bring tampons with you. പിന്നെ ഞാൻ കുറച്ച് ബാൻഡേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നു, ജസ്റ്റ് ഇൻ കേസ് ലൈക്ക് എവിടെയെങ്കിലും കാല് പൊട്ടോ തട്ട് പിടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. So these are my things. So light clothes, a sandal, a proper shoes, a 5 baht coins, power bank, reusable water bottle if you must or if you wanted to, and universal charger, or download all your offline like information saved just in case if you wanted to, if you needed to go to hospital or like insurance stuff and everything like that. Insect spray and sunscreen and tampons if you wanted to. If you need apps to download. So we got Grab and Bolt. They're both very similar to Uber, and this have saved me so much stress. So രണ്ടും നമുക്ക് ടാക്സി ഓർഡർ ചെയ്യാം, ബൈക്കും ഓർഡർ ചെയ്യാം. If the traffic is very 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 heavy, I would definitely recommend bike order ചെയ്യുക. അവിടെ ചില ബൈക്കിൽ ഒരാൾ ഓടിച്ചുകൊണ്ട് വരും, നമ്മൾ കയറിയിരിക്കുക, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ by the way. So if you're 2 people traveling or 3 people traveling, you need to order like 3 separate ones, and then you stand there and then അവരോട് bike പോകണമെങ്കിൽ definitely ask them for a helmet, because sometimes most of the people who travel there, I did not see them wear any helmet. Like ഓടിക്കുന്ന ആൾ ഇടും, പക്ഷേ ലൈക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല. But for your own safety, do that. And if you're not a person who likes going on bikes and stuff like that, definitely book the taxi one, okay? And നമ്മൾ ചിലപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും the proper taxi would come and they'll say, oh come here, we'll give you a cheaper deal, come with us. But don't do that, because normally അവർ ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണ്. That's another scam. നമ്മളോട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ വിളിച്ചിട്ട് പോകും, എന്നിട്ട് 3 or 4 times what you were like on the Grab app, you have to pay this taxi driver. So definitely download Grab and Bolt. ഇവിടുന്ന് പോണേക്കാളും മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ, just to save some space and time and energy. Because എയർപോർട്ടിൽ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ഗ്രാബ് ലൈക്ക് ബുക്ക് ചെയ്തു. We waited, there was a specific spot where you wait for like Grab-ന്റെ വരാനായിട്ട്. Grab like point ആണത്, like അവർ വന്ന് പിക്കപ്പ് പോയിന്റ് ആണത്. So many people guys, so many people. The queue was massive. ഞങ്ങൾ വന്നിറങ്ങി ക്യാഷൊക്കെ മാറി ചൂടെടുത്തിട്ട് വയ്യായിരുന്നു, അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു.
We waited like 40 minutes because there was like a queue of taxis going. നമ്മൾ ഊബർ വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ഡ്രൈവർ സ്പെസിഫിക് കാറാണ് വരുന്നത്. ബട്ട് വി വെയിറ്റഡ് സോ ലോങ് ദർ, സോ ലോങ്. വി ലൈക്ക് exhausted ourselves and we said we'll go for Bolt. എന്നിട്ട് ഞങ്ങൾ ബോൾട്ട് ആപ്പ് എടുത്തിട്ട് വേറൊരു ലൊക്കേഷനിലേക്കായിരുന്നു പോകേണ്ടത്, എയർപോർട്ടിൽ തന്നെ, ലൈക്ക് വേറൊരു ഫ്ലോറിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് ആ ഫ്ലോറിൽ പോയി. പക്ഷേ ആ ടാക്സി ഡ്രൈവർ കറക്റ്റ് സമയത്തിന് വന്നു. വി ജസ്റ്റ് ഗോട്ട് ഇൻ ദർ ആൻഡ് വി ജസ്റ്റ് വെന്റ് ടു ദ പ്ലേസ്. I will definitely recommend check offers as well. When you go on the app and the bottom offers ഉണ്ട്, ചില സമയത്ത് കോഡൊക്കെ കിട്ടും. അപ്പോൾ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് ഓഫർ ലൈക്ക് കിട്ടും. ആ സമയത്ത് ഫുഡ് മേടിക്കുന്ന സമയത്തും അങ്ങനെ ഓഫർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് മേടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ദിസ് പ്ലേസ് ഇസ് ഗുഡ്. അവിടെ ഒരു എഗ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഫുഡ് ഇതുണ്ട്, വിച്ച് ഈസ് ഇഫ് യു ലൈക്ക് toasties and sandwiches like egg, avocado, bacon and sandwich ഒക്കെ ഇഷ്ടമാണെങ്കിൽ this does a really good one and we really loved it. So Grab and Bolt, that's for transportation. And you want to go Asia, which is another transport booking thing that you can do as well. Then you go Google Maps and maps.me and download that as well, and download offline maps as well, just in case, you know, നമുക്ക് ഇന്റർനെറ്റ് വർക്ക് ചെയ്തില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. And then Wise, Monzo, Revolut, Chase, ഈ വക cards ഒക്കെ ഉണ്ടെങ്കിൽ they are best to use there. And then SIM cardsന് there's AIS and also True. ഞാൻ ട്രൂ ആണ് അടിച്ചത്, വിച്ച് ഇസ് കോൾഡ് ലിറ്റിൽ എലിഫൻറ്റ് ലോഗോവിനെ. AI is like a black and a green one. Would definitely recommend, like that's the cheapest at 7-Eleven. So നിങ്ങളിപ്പോൾ 2-3 ആൾക്കാർ ട്രാവൽ ചെയ്യണമെങ്കിൽ I will say one person get the SIM card from like the airport and the other person can get it from 7-Eleven just for transport. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ ഒരാൾ ഡൗൺലോഡ് ചെയ്യും. എല്ലാവരും എയർപോർട്ടിൽ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല സിം കാർഡ്. You can get sometimes cheaper like at 7-Eleven. Just got it from the airport just for the convenience of it. But if you want a little bit cheaper, 7-Eleven would be cheaper. SIM cards മേടിക്കാൻ. Welcome to the last little bit, which is the final thoughts and outro. Thailand is an amazing place. It will definitely surprise you. അവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വൈബ് വേണോ അത് അവിടെ കിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു ബീച്ചിൽ പോയിട്ട് ഇരുന്നിട്ട് 4 ദിവസം വെറുതെ ഇരിക്കണം, there's a place for that. നിങ്ങൾക്ക് ക്രാബിയിൽ പോവാം, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോവാം. ബീച്ച് ഹോപ്പിംഗ്, ബീച്ച് ഐലൻഡ്, like whatever you want to do, you can do that. And then if you want to go for party places and city vibes, like Bangkokil പോവാം, അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ബാസിൽ പോവാം, ക്ലബ്സിൽ പോവാം, like ഹൗഷാൻ റോഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാം. And if you are a person just want to chill out and relax, വെറുതെ മോളിൽ ലൈക്ക് ഷോപ്പിംഗ് മോൾസിൽ നടക്കുക, ചില്ല് ചെയ്യുക, ഫുഡൊക്കെ മേടിക്കുക, എൻജോയ് ചെയ്യുക. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ആർ ഇൻ ടു ബീച്ചസ്, പാർട്ടീസ് ഓർ ജസ്റ്റ് ചില്ലിങ് ഔട്ട്, ദിസ് പ്ലേസ് ഇസ് ഡെഫിനറ്റ്ലി ഫോർ യു. ഐ റിയലി ലവ്ഡ് തായ്ലൻഡിൽ. എനിക്ക് കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മളിങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ഫീൽ ദ സെയിം. കാരണം നമ്മുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷനും നമ്മൾ ആ പ്ലേസസ് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ചെന്ന് കാണുന്ന ഒരു ഫീൽ ആൻഡ് അതിൻ്റെ എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. വുഡ് ഐ ഗോ ദെയർ ബാക്ക് അഗൈൻ? ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ കുറേയും കൂടി റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പയ്യെ ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് തായ്ലൻഡിൽ ഞാൻ പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ ആദ്യം പോയപ്പോൾ അവർ വെരി എക്സൈറ്റഡ് ആയിരുന്നു, ലൈക്ക് എല്ലാം കാണണം, എല്ലാം ചെയ്യണം. ഗൈസ്, ഇറ്റ്സ് എ ഹ്യൂജ് പ്ലേസ്. എല്ലാം കാണാനും എല്ലാം ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാണാൻ പറ്റുന്ന കാര്യം ലിമിറ്റ് ചെയ്യുക. ആൻഡ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം moments എൻജോയ് ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ എ പേഴ്സൺ യു റിയലി വോണ്ട് ടു ഗോ, honestly, just book the flights and go and you will not regret it. And if you love this video, give it a like, share and subscribe. And thank you for watching this video, and I'll see you guys next time. Bye. Okay, ഞാൻ തന്നെ ഇപ്പോൾ ഓക്കെ പറയണേ. ഓക്കെ അല്ലേ? ആൻഡ് എന്താ പറയുക, ഷോപ്പിങ്ങും ഫുഡും കഴിഞ്ഞെന്നുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, if you haven't subscribed, if you haven't subscribed, please subscribe. And this is the 3rd time we're trying to do an intro for this video, so here we go. No.